Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാണത് ജസ്റ്റ് കൺവേർഷനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നോവയുടെ തന്നെ വീഡിയോ ആണ്, പക്ഷേ ഒരു ആക്സിഡന്റ് വണ്ടിയാണ് കേട്ടോ. ഓടിച്ച് ചേർത്തോരാ. നമ്മൾ CarJJ വേർഷൻ 2 തുടങ്ങിയപ്പോൾ നമ്മളുടെ ഗാരേജിൽ ഫസ്റ്റ് വന്ന വണ്ടിയായിരുന്നു അത്. വണ്ടി വന്നപ്പോൾ വണ്ടിയുടെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. ഒരു സൈഡ് ശരിക്കും പറഞ്ഞാൽ വീലും ഇതൊക്കെ ബെൻഡായി പോയിട്ടുണ്ടായിരുന്നു. ഒരു ക്രെയിനിൽ നമ്മുടെ ഗാരേജിൽ കൊണ്ടിറക്കി അതിൻ്റെ എസ്റ്റിമേറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്തു. വണ്ടി ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡൗട്ടായിരുന്നു ഇതിന് ചേസിന് എന്തെങ്കിലും ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടോ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമ്മൾ ആ ചേസും കാര്യങ്ങളൊക്കെ ബെൻഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഫുള്ളായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് ആ ചേഞ്ച് ചെയ്ത് അതായത് ഇടിച്ചിട്ടുള്ള ആ ഭാഗം മാത്രം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി എങ്ങനെയും ഇറക്കാം എന്ന് പറഞ്ഞു കസ്റ്റമർ. അപ്പോൾ തന്നെ നമ്മളുടെ ഒരു ആശയത്തിൽ വന്ന ഒരു ഐഡിയ ആണ്, നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ആ വണ്ടി വീൽപ്പുറത്താക്കാം. അതിൻ്റെ ലോവർ ആമും അതേപോലെ തന്നെ അപ്പർ ആമും സ്റ്റീറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റും ടയറോഡിൻ്റെ ഒക്കെ ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അഴിച്ചെടുത്ത് ആ മെക്കാനിക്കൽ സെക്ഷൻ്റെ വർക്ക് ആദ്യം നമ്മൾ തീർത്ത് വണ്ടി ഇപ്പോൾ നമ്മുടെ വീലും കാര്യങ്ങളൊക്കെ ബെൻഡായിരുന്നു, എന്നാലും വേറൊരു വണ്ടിയുടെ വീലും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി ഫുള്ളായിട്ട് തന്നെ വണ്ടി വീൽപ്പുറത്താക്കി വീൽ അലൈൻമെൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, ചേസിൻ്റെ ബെൻഡില്ല, വീൽ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടി എന്ന് കണ്ടപ്പോൾ കസ്റ്റമർ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, ആകെ നമുക്ക് ചിലപ്പോൾ ഡോറും റീപ്ലേസ് ചെയ്യേണ്ടി വരും, ഫ്രണ്ടിലുള്ള അപ്പുറം ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളതിൻ്റെ ഫെൻഡറും കാര്യങ്ങളും ബോണറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അതിൻ്റെ അപ്പുറം അത്ര വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ രീതിയിൽ ഉള്ളിലേക്ക് പോയിട്ടുള്ളത് ഒഴിച്ചിട്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, അത് നമുക്ക് വലിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. കസ്റ്റമർ വിളിച്ച് പറഞ്ഞാൽ അപ്പുറം റീപ്ലേസ് ചെയ്യേണ്ട, നമുക്ക് വലിച്ച് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ ഫുള്ളായിട്ട് വലിച്ച് ക്ലിയർ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു കമ്പനി മെഷർമെൻറ്റ് എത്തണത്. കമ്പനി മെഷർമെൻ്റ് ഉണ്ട്, ഓരോ ഏരിയയ്ക്കും ഓരോ മെഷർമെൻ്റ് ഉണ്ട്, ആ മെഷർമെൻറ്റ് എത്തണത് ആ രീതിയിൽ നമ്മൾ വലിച്ച് ക്ലിയർ ചെയ്ത് ലെവലടിക്കേണ്ടതൊക്കെ ലെവലടിച്ച് ഇട്ട് അതിൻ്റെ ഫ്രണ്ടിലെ ഫെൻഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഫ്രണ്ടേജ് നമ്മൾക്ക് ഫിനിഷ് ചെയ്ത് കിട്ടി. അപ്പോൾ പിടിച്ചിട്ട് വന്ന വണ്ടികളുടെ ഡോറും കാര്യങ്ങളൊക്കെ അഴിച്ചു, ഡെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ അപ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉള്ളിലേക്ക് പോയേക്കായിരുന്നു, ഇടിച്ച് കുത്തിയേക്കായിരുന്നു, അടിച്ച് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെ ടാക്ക് കുറച്ച് വിട്ടിട്ടുണ്ട്, ഒന്ന് ടാക്ക് വിട്ട് പോയിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം സ്പോട്ട് ചെയ്ത് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോ ബോൾട്ടിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം, വലിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ലെവലടിക്കേണ്ടതൊക്കെ ലെവലടിച്ച് ഇട്ട് അതിൻ്റെ ഫ്രണ്ടിലെ ഫെൻഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഫ്രണ്ടേജ് നമ്മൾക്ക് ഫിനിഷ് ചെയ്ത് കിട്ടി. പിന്നെ ഡോറ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് ഡോറാണ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ അയച്ചെടുത്ത് നോക്കിയപ്പോൾ ഡോറും നമ്മൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. കാരണം നമ്മുടെ പാച്ച് വർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ്, പണ്ടത്തെ അതായത് ഒരുപാട് നാൾ എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് തന്നെ ആൾ പറഞ്ഞിട്ട് അത് ഡോറ് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡോർ അയച്ചെടുത്തതിന് ശേഷം നമ്മൾ വെച്ച് ബെൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിലായാലും വേണേൽ കേസുള്ളൂ, കാരണം ഇത്രയും റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ ഒരുപാട് കോസ്റ്റോ വേണ്ട അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അയച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഡെൻഡർ അത് അയച്ചെടുത്ത് 2 ഡോറും റീപ്ലേസ് ചെയ്യാത്ത രീതിയിൽ നമ്മളത് ക്ലിയർ ചെയ്ത് അതിൻ്റെ പേസ്റ്റിംഗ് ഒക്കെ ഇടേണ്ടടുത്ത് പേസ്റ്റിംഗ് ഒക്കെ ഇട്ട് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കസ്റ്റമർക്ക് ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 പാർട്സ് നമ്മൾക്ക് റീപ്ലേസ് ചെയ്യാത്ത രീതിയിൽ നമ്മളത് ക്ലിയർ ചെയ്തെടുത്തു. പക്ഷേ നമ്മൾ എന്തെങ്കിലും ആ പാർട്സ് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ അതിനുകൊണ്ട് ആ ദോഷമുണ്ട്, അല്ലെങ്കിൽ അത് കറക്റ്റല്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യണം. പക്ഷേ അത് പ്രോബ്ലം ഇല്ലെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അങ്ങനെ ആ വണ്ടി ബോഡി ഷോപ്പിലേക്ക് വണ്ടി ഇടേണ്ടായി. കസ്റ്റമർ കളറ് കൺഫേം ചെയ്യാനായിട്ട് കുറച്ച് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ലാസ്റ്റ് സിൽക്കി ഗോൾഡ് കളറിലേക്ക് എത്തി.
അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ പെയിൻറ്റിങ് ഫുള്ളായിട്ട് തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ. സിൽക്കി ഗോൾഡ് കളറാണ് അടിച്ചിരിക്കുന്നത്. പെയിൻറ്റിങ്ങിന് മുമ്പ് കുറച്ച് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ വണ്ടി ഫുൾ സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് പെയിൻറ്റിങ് തീർന്നിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലെ ആക്സിഡൻ്റ് ആയിട്ടുള്ള ഏരിയ ഫുള്ളും സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിൻറ്റിങ് തീർന്നു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കട്ടിങ് പോളിഷിങ്ങും സെറ്റിങ്ങിലേക്കൊക്കെ പോവാം. അതിന് ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ഒരു 2009 മോഡൽ ടൈപ്പ് 2 വണ്ടിയായിരുന്നു. വർക്ക് കുറച്ച് ഉണ്ടായിരുന്നൊരു വണ്ടി തന്നെയാണ്. ഏകദേശം ഒരു 3 മാസത്തോളം ടൈം വന്നു നമ്മൾക്ക് ഒരു വണ്ടി ഫുള്ളായിട്ട് തീർക്കാനായിട്ട്. അതിൻ്റെ ഫ്രണ്ട് അപ്രാമും കാര്യങ്ങളൊക്കെ വലിച്ച് ക്ലിയർ ചെയ്തെടുത്ത് 2 ഡോറുകളൊക്കെ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ മെക്കാനിക്കലിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. ഫ്രണ്ടിലെ ലോവറാം അപ്രാം കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തു. പിന്നെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി റെസ്റ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഗിയർ ബോക്സിൻ്റെ മൗണ്ടിങ് അതേപോലെ തന്നെ എൻജിൻ മൗണ്ടിങ് കൂടി നമ്മൾ റീപ്ലേസ് ചെയ്തു. കാരണം ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നോർമലായിട്ടൊരു ഇമ്പാക്റ്റ് വരുമ്പോൾ എങ്ങനെ വന്നാലും ആ ഒരു എൻജിൻ്റെ വെയിറ്റ് മൂലം അതിൻ്റെ മൗണ്ടിങ് കാര്യങ്ങളൊക്കെ ഡാമേജ് സംഭവിക്കാം. അപ്പോൾ അതുവഴി ചെക്ക് ചെയ്തപ്പോൾ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ മൗണ്ടിങ് എൻജിൻ മൗണ്ടിങ് കൂടി നമ്മൾ ഈ ഒരു വണ്ടിയുടെ റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ മെക്കാനിക്കൽ വർക്കും അതേപോലെ തന്നെ നമ്മുടെ ആക്സിഡൻ്റൽ വർക്കും അതേപോലെ തന്നെ ടൈപ്പ് 4ഉം കൺവേർട്ട് ചെയ്ത് ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 ലക്ഷത്തിൻ്റെ രൂപയുടെ അടുത്ത് വന്നാൽ നമുക്ക് ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്രോക്സിമേറ്റ്ലി. പക്ഷേ 2009 മോഡൽ വണ്ടി ആയതുകൊണ്ട് ഇനിയും കസ്റ്റമർക്ക് ഒരുപാട് കാലം ഈ ഒരു വണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ അടിച്ച് ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഗാരേജുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിൽ വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടായാലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.